പതുക്കെ പോണവർ ഈ റൈറ്റ് എക്സ്ട്രീം പിടിച്ച് പോകുന്നതിലുള്ള ഒരു നീരസം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ഡൗട്ടാണ്, ഈ ബൈ റോഡിൽ ഇങ്ങനെ വരുന്നതിന് കുഴപ്പമുണ്ടോ, അത് അലൗഡാണോ? ബൈ റോഡ് നമ്മൾ പോകുന്ന കറക്റ്റാണോ? ബൈ റോഡ് റൂൾസ് എങ്ങനെ അറിയാൻ പറ്റും? അത് പ്ലീസ് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളായിരുന്നു, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. ഈ കാറ് സർവീസ് ചെയ്യാൻ ടൈമായി, ബ്രേക്കൊന്നുമില്ല എന്നാണ് എൻ്റെ ഓണർ പറഞ്ഞത്. ഐ മീൻ എനിക്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട് ഓബ്വിയസ്ലി, ബട്ട് സർവീസിന് ടൈമായെന്നാണ് പറഞ്ഞത്. ലെയിൻ ചേഞ്ച് വിത്ത് ഇൻഡിക്കേറ്റർ, 80 കിലോമീറ്റർ സ്പീഡ് അറ്റൈൻ ചെയ്ത് പോകണം. അപ്പം നമ്മൾ റൈറ്റ് ട്രാക്കിൽ 80 കിലോമീറ്റർ, നമ്മളിപ്പോൾ 70-യിലാണ് പോകുന്നത്. അപ്പോൾ 70-യിൽ റൈറ്റ് ട്രാക്കിൽ പോകേണ്ട, എനിക്ക് 80-യിൽ പോകണം. 80 അല്ലേ സ്പീഡ് ലിമിറ്റ് പറയുന്നത്, റൈറ്റ് ട്രാക്കിൽ 80 ആണ് കീപ്പ് ചെയ്യേണ്ടത്. ചൂടത്ത് നല്ല ഡീഹൈഡ്രേഷനും ഉണ്ട്. അയ്യോ, പെട്ടെന്ന് കയറാം, വേറെ ഒന്നും കൊണ്ടല്ല. എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ പുള്ളിക്കാരൻ 60-ൽ പോവുകയാണ്. 60-ൽ പോകാനാണെങ്കിൽ ഈ ട്രാക്ക് സ്ലോ ട്രാക്കിൽ പോവുക, 60-ലോ 70-ലോ. ആ ബൊലേറോ മച്ചാൻ കയറി വരുന്നുണ്ട്. ഒരു ഇന്റർ ക്രോസിങ് കുഴപ്പമില്ല. ഗണേഷ് കുമാറിനോട് യോജിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് ലോറി ഈസ് ഓൾവേസ് കീപ്പിംഗ് റൈറ്റ് ട്രാക്ക്. അതവരുടെ, ഞാൻ പറഞ്ഞില്ല, ഒരു 5 വർഷം കൂടുമ്പോൾ ഒന്ന് പുതുക്കി എല്ലാം ഒന്ന് ഒരു കണ്ടീഷൻ ചെയ്തെടുത്താൽ മതി. ഇനി വരുന്ന തലമുറയെങ്കിലും, മെയിൻലി ഇനി വരുന്ന തലമുറയ്ക്കല്ല കൊടുക്കേണ്ടത്, ഗ്രാസ് റൂട്ട് ലെവലിൽ കൊടുക്കണം. കിയ സോണറ്റ് ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളിയാണ്. ഫ്യൂച്ചറിസ്റ്റിക് കാറുകളുടെ ഒരു സെറ്റപ്പാണ്. MG ഹെക്ടർ, കിയ സോണറ്റ്, ചൈനീസ് അധിനിവേശം. നമ്മളൊരു I2I കോണ്ടാക്ട് കൊടുത്താൽ കിയയില ഒറ്റയ്ക്ക് ഒരു പയ്യൻ പോകുന്നത്. നമ്മളെ നല്ല റെസ്പോൺസിബിൾ റൈഡറാണ് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ ചാപ്രി പുള്ളിങ്കോ സെറ്റപ്പൊക്കെ ആയിരുന്നെങ്കിൽ ആ നോട്ടത്തിൽ ചിലപ്പം അവന് ഫ്രണ്ടിൽ കയറണം എന്നൊക്കെ ഉള്ള തോന്നലുകൾ വന്നേനെ. ആ കാണുന്ന ക്യാമറ വർക്കിംഗ് ആണോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാലും 80 തൊട്ടപ്പുറത്തെ ലിമിറ്റ് കാണിച്ചത്. സോ 80-ൽ തന്നെ പോകാമെന്നാണ്. ബട്ട് നമ്മുടെ സിസ്റ്റം പോയോ, നമ്മുടെ സിസ്റ്റം അതായതുകൊണ്ട് ഞാൻ 60-ലേ പോകുന്നു. കിയയില വച്ചാൽ ഇപ്പോൾ ഒരു ബൈക്ക് വരും, നല്ല ലൈറ്റൊക്കെ ആയിട്ട് അടിച്ച് പറത്തി. അത് ഇൻ്റർസെപ്റ്റർ ആണോ GT ആണോ അറിഞ്ഞുകൂടാ. റോയൽ എൻഫീൽഡിൻ്റെയാണ്.